ഹലോ എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 ഷാനവാസിനെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് സന്തോഷം, ആരോഗ്യവാനായിട്ട് സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ. ഇന്ന് 2 പ്രൊമോണ് വന്നിട്ടുള്ളത്. അതിനകത്ത് ആദ്യത്തെ പ്രൊമോയിൽ പറയുന്ന കാര്യം, ആ വ്യക്തി ബിഗ് ബോസ് ഹൗസിൽ ഇല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചിട്ടാണ്. നറുക്കെടുപ്പിലൂടെ ഓരോരുത്തരോരോ പേരെടുക്കുക, അവരെക്കുറിച്ച് പറയുക എന്നുള്ളതാണ്. അപ്പോൾ അനീഷ് എടുത്ത ഷാനവാസിനാണ്. ഷാനവാസ് ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ കുറേ കൂടി തെറ്റുകൾ സംഭവിച്ചേനെന്ന് പറഞ്ഞത്. അതായത് ഷാനവാസ് ഉള്ളതുകൊണ്ടാണ് തെറ്റുകൾ കുറഞ്ഞത്. ആദിലക്ക് അനുമോളെയാണ് കിട്ടിയത്. ഡ്രാമ കുറച്ച് കുറഞ്ഞേനെന്ന് പറയുന്നു. അതുപോലെ അക്ബറിന് സാബുമാനാണ് കിട്ടുന്നത്. ഒരു സൈക്കോളജിസ്റ്റിനെ പോലെ എല്ലാം കേട്ടിരിക്കുന്ന ഒരാളാണ് സാബുമാൻ എന്ന് പറയുന്നു. നിവിന് കിട്ടിയത് ആദിലയാണ്. പ്രത്യേകിച്ചൊന്നും ആദില ഇവിടെ ഇല്ലെങ്കിൽ സംഭവിക്കാനില്ല. ഉള്ളതും ഇല്ലാത്തതും ഒരേപോലെ എന്നാണ് നിവിൻ പറയുന്നത് ആദിലിനെ കുറിച്ച്. അടുത്ത പ്രമോണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നമ്മളെല്ലാവരും ചർച്ച ചെയ്തിട്ടുള്ള ക്യാപ്റ്റൻസിനെ കുറിച്ചിട്ടാണ്. ക്യാപ്റ്റൻസിനെ കുറിച്ച് ഓരോരുത്തരോടും ചോദിക്കുമ്പോൾ അതിൽ അനീഷ് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഇത്രയും നാളുണ്ടായതിൽ വെച്ചുള്ള ഏറ്റവും മോശപ്പെട്ട ക്യാപ്റ്റൻസിയാന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഷാനവാസ് പറയുന്നത് വളരെ മോശം എന്ന് പറയുന്നുണ്ട്. സാബുമാൻ പറയുന്നതും വളരെ മോശം ക്യാപ്റ്റൻസി എന്നാണ്. ആദിൽ പറയുന്നത് 3 പാഴ്മരങ്ങൾക്ക് തുല്യമാണെന്നാണ് പറയുന്നത്. അനുമോള് പറയുന്നുണ്ട് ഞാനിവരെ ക്യാപ്റ്റന്മാരായിട്ട് കൂട്ടിയിട്ടില്ലെന്ന് പറയുന്നുണ്ട്. അതായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാലേട്ടനോട് ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്, എൻ്റെ ഇഷ്ടപ്രകാരമാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഇതിൻ്റെ പുറത്താണ് നിങ്ങൾക്ക് 3 പേർക്ക് ഈ ക്യാപ്റ്റൻസി തന്നത്. ഇത് നിങ്ങൾക്ക് നന്നായി ഉപയോഗിച്ചുകൂടായിരുന്നോ, അല്ലെങ്കിൽ നിങ്ങളിത് മനഃപൂർവ്വം മോശമാക്കിയതാണോ എന്നുള്ളൊരു കാര്യം കൂടി ലാലേട്ടൻ പറയുന്നുണ്ട്. അക്ബറിനോടാണ് ചോദിച്ചിട്ടുള്ളത്, നിങ്ങൾ ഈ ക്യാപ്റ്റൻസി നശിപ്പിച്ചതാണോ എന്നുള്ള കാര്യം. ശരിക്കും പറഞ്ഞാൽ ഈ 3 ക്യാപ്റ്റന്മാരായിട്ടുള്ളവർക്ക് ശരിക്കും ഷൈൻ ചെയ്യാൻ പറ്റുന്ന ഒരാഴ്ചയായിരുന്നു. കാരണം അവരായിരുന്നു കിച്ചൺ മെയിൻറ്റെയിൻ ചെയ്ത്, അവർ ആ കിച്ചൺ തന്നെ എടുത്തൊരു മണ്ടത്തരാണ്, പക്ഷെ അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്യാമായിരുന്നു. ജനങ്ങളിലോട്ട് കൂടുതൽ ഇവർ എത്തിയാനെ കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ. ഇവിടെ മറ്റുള്ളവർക്ക് പണി കൊടുക്കാം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഇവർ ഈ ക്യാപ്റ്റൻസീനെ യൂസ് ചെയ്തത്. അതേസമയത്ത് ഒരു ഫോൾട്ട് പോലും വരുത്താതെ 3 ക്യാപ്റ്റന്മാരും ഒന്നിച്ച് നിന്ന് ആ ടീം, ആകെ 9 പേരുണ്ടായുള്ളൂ. ഇവരെ മാറ്റി നിർത്തിയ 6 പേര്. ഈ 6 പേരെ മാനേജ് ചെയ്യാൻ ഈ 3 പേർക്ക് കഴിയുമായിരുന്നു. പക്ഷേ ഇവിടെ ഇവർ ഈ ക്യാപ്റ്റൻസി ഏറ്റവും മോശമായിട്ട് കൊള്ളമാക്കി കൊടുത്ത്, ഒരാൾക്ക് പോലും നേരെ ചൊവ്വ ഇവരെക്കുറിച്ച് ഒരഭിപ്രായവും നല്ലത് പറയാനായിട്ടില്ല. കാണുന്ന നമ്മൾക്കും ഇല്ല. ദുരുപയോഗം ചെയ്തു എന്ന് പറഞ്ഞാൽ മാക്സിമം ദുരുപയോഗം ചെയ്യുകയാണ് നമ്മൾ കണ്ടതല്ലേ. ശരിക്കും ഇപ്പം തന്നെ നമുക്ക് മനസ്സിലാവും, 3 പേർക്കും നല്ലൊരു അവസരം ബിഗ് ബോസ് കയ്യിലോട്ട് വെച്ച് കൊടുത്തതാണ്. ലാലേട്ടൻ്റെ എന്താ പറയുക, ഇഷ്ടത്തോടെ വെച്ച് കൊടുത്തൊരു സാധനം നശിപ്പിച്ച് കൊടുത്ത് കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ അവസ്ഥയ്ക്ക് കളഞ്ഞ് 3 പേരും. അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഇന്ന് എവിക്ഷനിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളൊരു കണ്ടസ്റ്റൻറ്റ് പുറത്തോട്ട് പോകുന്നതിന് ഒരു കാരണം. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഇന്നത്തെ ഈ വിശേഷങ്ങളും ആ ഒരു ക്രൂഷ്യലായിട്ടുള്ള എലിമിനേഷനും എല്ലാം കണ്ടതിന് ശേഷം വിശദമായിട്ടുള്ള റിവ്യൂ ആയിട്ട് വരാം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പരിഗണിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മീ.